കേരളീയ സമൂഹത്തിൽ ഇതൊന്നും പരിശോധിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ ആർക്കും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഗൗരവതരമായ പുനർവിചിന്തനത്തിന് വിധേയമാകുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായി തീരുക തന്നെ ചെയ്യും. തീർച്ചയായും. ശ്രീ കെ എസ് ഹരിഹരൻ, ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ആവശ്യമായ ഫണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് സമാഹരിക്കുന്നതിന് വേണ്ടി ആ സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുക എന്നതും ഒരു തന്ത്രമായി സംസ്ഥാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളം ആ ഒരു സാധ്യത ആലോചിച്ചിട്ടുണ്ടാകുമോ? അല്ല, അത് നേരത്തെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ കേരളത്തിലെ പല ജില്ലകളും മാവോയിസ്റ്റ് ബാധിത മേഖലയാണെന്നുള്ള റിപ്പോർട്ടുകൾ പോലീസ് കൊടുത്തിരുന്നു. അതിനൊന്നും അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഒരു ജില്ലയിൽ മാവോയിസ്റ്റ് ബാധിത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ ഒരു 100 കോടി രൂപ ഒരു കൊല്ലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടും. 100 കോടി രൂപ അത് ആ ജില്ലയിലെ SP-ക്ക് ഉപയോഗിക്കാം. അതിന് അക്കൗണ്ട് വേറെ പരിശോധനയൊന്നുമില്ല, വേറെ ആരും പരിശോധിക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ കറപ്റ്റഡായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പല സ്ഥലത്തും, വയനാട്ടിൽ മാവോയിസ്റ്റുകളുണ്ട്, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോട്ടുണ്ട്, മലപ്പുറത്തുണ്ട്, റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ റിപ്പോർട്ടിന് ഉപാധാനമായിട്ടുള്ള തെളിവുകൾ കൊടുക്കാൻ കഴിയാറില്ല. കാരണം മാവോയിസ്റ്റുകൾ അങ്ങനെ ഒരു വലിയ ആക്രമണം കേരളത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. അവരാകെ ഒരു ബുൾഡോസർ എവിടെയോ തീ വെച്ച് കത്തിച്ചുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. പിന്നെ 2-3 കച്ചവട സ്ഥാപനങ്ങൾക്ക് കല്ലെറിഞ്ഞു. അല്ല, അതൊക്കെ പ്രാദേശികമായി അവിടെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ എതിരെ ചില പോരാട്ടങ്ങൾ നടക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൃത്യമായി ആ ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്യുക അവരെത്താണ് അവർ ചെയ്തത്. അവരൊരിക്കലും ആയുധങ്ങൾ ഉപയോഗിച്ച് ആരെയും കൊന്നിട്ടില്ല, ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ബാങ്കുകളിൽ അടിച്ചിട്ടില്ല. അത് ബസ്തറായിട്ടോ ഛത്തീസ്ഗഡായിട്ടോ കമ്പനി ചെയ്യുന്നതിന് യാതൊരു യുക്തിയില്ല. അതുകൊണ്ട് പോലീസിന് ഇതിനകത്തുള്ള ഒരു ടാർഗറ്റ്, അവർക്ക് കേന്ദ്ര ഫണ്ട് കിട്ടണം. നരേന്ദ്രമോദി ഉദാരമായിട്ട് ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. നരേന്ദ്രമോദി ബസ്തറിൽ ഫണ്ട് കൊടുക്കുന്ന അവിടെ മൈനിങ് വ്യാപിപ്പിക്കണം. ഈ മൈനിങ് വ്യാപിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ആദിവാസികളാണ്, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് മാവോയിസ്റ്റുകളാണ്. അതുകൊണ്ട് അവരെ തുടച്ചു നീക്കണമെങ്കിൽ അതിന് ഒരു പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്ഷൻ വേണം. മൻമോഹൻ സിംഗ് മുമ്പ് ആലോചിച്ചതാണ്. അന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. മൻമോഹൻ സിംഗ് ആ നീക്കത്തിലേക്ക് പോകുമ്പോൾ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് രാഷ്ട്രീയമായിട്ടാണ് അത് പരിഹരിക്കേണ്ടത്, ആയുധങ്ങളെ കൊണ്ടല്ല. അൻവറിൻ്റെ നേതാവാണ് ദിഗ്വിജയ് സിംഗ്. ആ കാലത്ത് അൻവർ യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആളുകൾക്ക് പോലും യുക്തിഭദ്രമായിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ അത് കഴിയുന്നില്ല. അതൊരു പ്രശ്നമാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നത് മാറിയിട്ട് വേറെ രീതിയിലേക്ക് മാവോയിസ്റ്റുകളെ കൊന്നു തീർക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചാൽ സ്വാഭാവികമായ പ്രത്യേക കോടതികൾ തുടർച്ചയായിട്ട് ഇത് പറയുന്നുണ്ട്. ഇത് ചർച്ചകളിലൂടെ സമാധാനത്തിൻ്റെ പാതയിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന മട്ടിൽ തന്നെയാണ് ഛത്തീസ്ഗഡിലെ വിഷയം ഉണ്ടായപ്പോഴാണെങ്കിലും അതിനു മുമ്പും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഇങ്ങനെയുള്ള സാധ്യതകൾ പലരും മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെ ആദ്യം പ്രയോജനപ്പെടുത്തേണ്ടത് ഒരു ഇടത് സർക്കാരല്ലേ എന്ന ചിന്തയാണ് പൊതുവേ ഉണ്ടാകുന്നത്. അത് നടക്കുന്നില്ല എന്ന നിരാശ കൂടിയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ ഇന്ത്യയിൽ ഇടക്കാലത്ത് മാവോയിസ്റ്റുകളായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുകയുണ്ടായി. ആ ചർച്ചയ്ക്ക് വേണ്ടി പോയ ആസാദ് എന്ന് പറയുന്ന CPI മാവോയിസ്റ്റിൻ്റെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗത്തെ വെടിവെച്ച് കൊന്നു. ആന്ധ്ര പോലീസ് വെടിവെച്ച് കൊന്നു. അതോടുകൂടിയാണ് ചർച്ച തടസ്സപ്പെട്ടത്. പിന്നീട് പല പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും കിഷൻജി അടക്കമുള്ളവരെ വെടിവെച്ച് കൊന്നു. അങ്ങനെ ആ ചർച്ച വഴിമുട്ടിപ്പോയതാണ്. ഇപ്പോഴും ആ ചർച്ചയെക്കുറിച്ച് ചില മേഖലകളിലെങ്കിലും ഗവൺമെൻറ് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് 40 കൊല്ലമായിട്ട് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനം ഗവൺമെൻറ്റായിട്ട് ഏറ്റുമുട്ടലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ 40-ാം വർഷം അവർ ഗവൺമെൻറ് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. ആ ഒത്തുതീർപ്പുണ്ടാക്കിയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഇത്തവണ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയത്. 40 വർഷത്തെ നിരന്തര യുദ്ധമാണ്. അപ്പോൾ ലോകത്തെ പല സായുധ പ്രസ്ഥാനങ്ങളും അവരുടെ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരാനും പാർലമെൻ്ററി വ്യവസ്ഥയിലേക്ക് വരാനും ജനാധിപത്യ മാർഗത്തിലൂടെ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നൊരു കാലത്താണ് നമ്മൾ നിലമ്പൂർ കാട്ട് പോയിട്ട് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്. അതൊരു കേരളം പോലെ ഒരു ഇടതുപക്ഷ സമൂഹത്തിന് ഒരിക്കലും പൊറുപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായും. ശ്രീ ചാൾസ് ജോർജ്, അത് തന്നെയാണ് ഇത്. ഇവിടെ തന്നെ കേരളത്തിൻ്റെ സാഹചര്യം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇതിനു മുമ്പ് നക്സലൈറ്റുകളായിക്കോട്ടെ പല സംഘടനകൾ നമുക്കിപ്പോൾ ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഭാസുരേന്ദ്ര ബാബു അടക്കമുള്ളവർ ആ നിലയ്ക്ക് ജയിൽ ശിക്ഷ തന്നെ, ജയിലിൽ കിടക്കേണ്ടി വന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ കാലമാണ് അവരെ എല്ലാം മാറ്റിയെടുക്കുന്നത്. പലതരത്തിൽ ഓരോ കാലത്തിനും ശരിയെന്ന് തോന്നുന്ന തരത്തിൽ അവർ രാഷ്ട്രീയ ഇടപെടലുകൾ എപ്പോഴും സജീവമായി ഈ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സാധ്യതകളും സാഹചര്യങ്ങളും കണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. സമാധാനപരമായി ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ തരണം ചെയ്യാം എന്ന് പരീക്ഷിച്ച് വിജയിച്ച സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് എന്തുകൊണ്ട് ഇത് കേരളത്തിൽ നടക്കുന്നില്ല എന്നതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അതും ഒരു ഇടത് സർക്കാരിന് ആ നിലയ്ക്ക് ഇടപെടൽ നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതുകൂടി ആലോചിക്കണ്ടേ? അത് ബസ്തറിലായാലും ഛത്തീസ്ഗഡിലായാലും ജാർഖണ്ഡിലായാലും കേരളത്തിലും ആയാലും പോലീസിനൊരു മുഖം, അതിന് തോക്കിൻ്റെ ഭാഷ, യൂണിഫോം ഇട്ട ക്രിമിനലുകളുടെ ഒരു സംഘമാണ്, ഒരു സംഘാതമാണ് ഇന്ത്യയുടെ പോലീസ് ഫോഴ്സ് എന്ന് ജസ്റ്റിസ് അയൻമുള്ള പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം, ഇതിലൊരു പരിഹാരം, ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിലൂടെ ഈ വിഷയം പരിഹരിക്കുക സാധ്യമല്ല എന്ന് ഇന്ത്യയും
നേരത്തെ പറഞ്ഞില്ല, കൊളംബിയയിലെ ഫാർക്ക് ആയിക്കൊള്ളട്ടെ, നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാൾ ആകട്ടെ, ഏതാണ്ട് 10,000 വരുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ സ്വന്തമായിട്ടുള്ള സംഘടനാ നേതാവാണ് ഇന്ന് പ്രചണ്ഡയും സംഘവും. അവർ ഭരിക്കുകയാണ് ഇപ്പോഴവിടെ. റിപ്പബ്ലിക്കൻ വാഴ്ചയ്ക്കെതിരായ ഈ നേപ്പാളിനെ രാജവാഴ്ചയ്ക്കെതിരായി ഏകീകരിക്കുകയും നേപ്പാളിനെ റിപ്പബ്ലിക്കാക്കുകയും ചെയ്യണമെന്ന് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സായുധ സമരം മാത്രം നടത്തിയിരുന്ന നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് വിപുലമായ ബഹുജന പ്രസ്ഥാനമായി വരികയും അധികാരത്തിലെത്തുകയും ചെയ്ത സമകാലീന സാഹചര്യമാണ്. എന്തിന് ഈ മാവോയിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. 2013 ശേഷം അവരുടെ പ്രസ്ഥാനത്തിനുണ്ടായ ഗതിവിഗതികൾ, തിരിച്ചടികൾ അവരെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊരു ബോൾഷെവീകരണ പ്രക്രിയയിലേക്ക് വരുന്നു എന്ന് അവർ ചിന്തിക്കാൻ പ്രാപ്തമാക്കുന്ന ഒട്ടനവധി തിരിച്ചടികൾ അവർക്കുണ്ടായെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഇന്ത്യ പോലൊരു രാജ്യത്ത് അസമമായ വികാസം നടക്കുന്നു, വ്യത്യസ്തമായ സാമൂഹ്യ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു, അടിച്ചമർത്തലിൻ്റെ തോത് വ്യത്യസ്തമാണ്. കുത്തകകൾ അവരുടെ നാട്ടിൻപുറത്തുകാരെയും തൊഴിലാളികളെയും കൃഷിക്കാരെയും ആദിവാസികളെയും അവരുടെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയാണ്. അവിടെ ജനാധിപത്യപരമായൊരു പ്രവർത്തനം പോലും സാധ്യമാകാത്തൊരു സാഹചര്യം. മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി തോക്കിൻ്റെ മാത്രമാണ് ഭാഷയുള്ളത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ തോക്കിനൊരു ഭാഷ, മനുഷ്യൻ്റെ വായിക്ക് ഒരുപാട് ഭാഷ എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണ്ണമായൊരു സാഹചര്യം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ തിരിച്ചടികളിലൂടെ തന്നെ വിഭാഗീയമായി പോയി എന്ന് ഞങ്ങൾ കരുതുന്നൊരു പ്രസ്ഥാനം തന്നെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക, അത്തരം വിചിന്തനത്തിന് തയ്യാറാക്കി എടുപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷ പാർട്ടികളുടെയും അവർ നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയും കൂടി ലക്ഷ്യം. അങ്ങനെ ഒരു പാരസ്പര്യത്തിൻ്റെയും സംവാദാത്മകതയുടെയും ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇടത് അറ്റം മുതൽ വലത്തെ അറ്റം വരെ നിൽക്കുന്ന സോഷ്യലിസ്റ്റുകളടക്കമുള്ള വലിയൊരു വിഭാഗം ഇടതുപക്ഷമുണ്ട്. ആഗോളവൽക്കരണത്തിനും വർഗീയതയ്ക്കുമെതിരെ CPIM ഇന്ന് മാവോയിസ്റ്റുകൾ എടുക്കുന്ന ഒരു സമീപനത്തിൽ ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഇവർ ഇടതുപക്ഷമേ അല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുക വഴി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന്, പ്രത്യേകിച്ച് 83 ജില്ലയിൽ ഇപ്പോഴും സ്ട്രോങ് ഹോൾഡ് എന്ന് ഗവൺമെൻറ് തന്നെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രീയമായി ഉൾക്കൊള്ളാനും രാഷ്ട്രീയമായി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്താണ്. വെറും നൂലുണ്ട കൊണ്ട് ജനങ്ങളെ മുഴുവൻ, അൻവറൊക്കെ പേടിക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹം MLA-യേക്കാൾ ഉപരി ഒരു ജനപ്രതിനിധിയേക്കാൾ ഉപരി അദ്ദേഹം ഒരു വ്യവസായിയാണ്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിന് പേടി കൂടും. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലെടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിൽ വികസ്വരമാക്കണമെന്ന നിലപാടുള്ള ഒരു ഇന്ത്യൻ അവസ്ഥ. ഇത്തരമൊരു സാഹചര്യത്തിൽ പരസ്പര വിനിമയത്തിലൂടെ, സംവാദത്തിലൂടെ കൂടുതൽ ഉയർന്ന യോജിപ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഛത്തീസ്ഗഡിലാകട്ടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സെപ്റ്റംബർ 24 മൽക്കാൻഗിരിയിൽ, നേരത്തെ പറഞ്ഞല്ലോ 2004 മാവോയിസ്റ്റുകളും അന്ന് മാവോയിസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ, ആന്ധ്ര സർക്കാരിന് തമ്മിൽ ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത RK എന്ന് പറയുന്ന ആളെ പിടിക്കാൻ വേണ്ടി 32 പേരെയാണ് വളഞ്ഞിട്ട് കൊലപ്പെടുത്തിയത്. അതൊരു ഏറ്റുമുട്ടൽ കൊലപാതകമായിരുന്നു, അതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു എന്ന് ഈ അടുത്ത് തെളിഞ്ഞിരിക്കുകയാണ്. 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഭോപ്പാലിന് ശേഷം, മൽക്കാൻഗിരിക്ക് ശേഷം കേരളത്തിലേക്ക് ഇത് എത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് രാഷ്ട്രീയമായ പരിഹാരം തേടേണ്ട വിഷയത്തിന് രാഷ്ട്രീയമായ പരിഹാരം നേടാനുള്ള ഒരു ഇച്ഛാശക്തിയാണ് ജനങ്ങൾ ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങേയറ്റം അപമാനകരവും ദുഃഖകരവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇക്കാര്യത്തിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഈ 36 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനം അവരെ ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചുരുളഴിക്കാൻ സമഗ്രമായ ഒരു അന്വേഷണം, ഒരു ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം, നീതി വ്യവസ്ഥയും നിയമവാഴ്ചയും നിലനിൽക്കണമെന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ നമ്മൾ ആവശ്യപ്പെടണം. ഒറ്റക്കെട്ടായി കേരളത്തിൽ ശബ്ദമായിട്ട് വരണം. ഗവൺമെൻറ് തയ്യാറാകണം. പുരുളിയയിലെ കേസ് അന്വേഷിക്കാൻ പോയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ പറഞ്ഞ പോലെ ഇസ്രത് ജഹാനും അതുപോലുള്ള കേസുകൾ അന്വേഷിച്ച ഒരു പോലീസ് ഓഫീസർക്ക് ചിരിക്കാം. അയാൾ പല്ലിളിക്കുന്നത് കേരളീയ സമൂഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് നേരെ കൂടിയാണ് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായും ഒരു പരിഷ്കൃത സമൂഹം ഒട്ടും ആഗ്രഹിക്കുന്നതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും ആവർത്തിച്ച് നമുക്ക് പറയാം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക്.